ഗുഡ് മോർണിംഗ് ഓൾ. ഞാൻ രാമകൃഷ്ണൻ TB, സെബി രജിസ്റ്റേർഡ് റിസർച്ച് അനലിസ്റ്റാണ്. ഈ ഓഡിയോ കേട്ടതിന് ശേഷം ഡിസ്ക്ലെയിമർ കൂടി വായിച്ചു നോക്കണമെന്ന് താല്പര്യപ്പെടുന്നു. ഇന്നലെ എല്ലാ ഗ്ലോബൽ മാർക്കറ്റുകളും ബെറ്റർ ആയിട്ടാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അമേരിക്കയിലെ റസൽ 2000 ഇൻഡെക്സ് പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം അടുത്ത ആഴ്ചയാണ് US ഫെഡറൽ റിസർവിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ വരുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമെന്നുള്ള എക്സ്പെക്റ്റേഷനാണ്. ഇങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും സ്മോൾ ക്യാപ് കമ്പനികൾക്കാണ് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ഇമ്പാക്റ്റ് ലഭിക്കാൻ പോകുന്നത്. ആ ഒരു എക്സ്പെക്റ്റേഷനിലാണ് സ്മോൾ ക്യാപ് ഇൻഡെക്സ് ആയ റസൽ 2000 ഇൻഡെക്സ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ടെക്നോളജി സ്റ്റോക്കുകളും ഇന്നലെ മുന്നേറിയിരിക്കുകയാണ്. മെമ്മറി ചിപ്പ് സർക്യൂട്ട് മേക്കേഴ്സായ കമ്പനികൾ ഇന്നലെ വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഹാർഡ് ഡിസ്ക് ഡ്രൈവുകൾ ഉണ്ടാക്കുന്ന സീഗേറ്റ് ടെക്നോളജീസ്, വെസ്റ്റേൺ ഡിജിറ്റൽ, ഒപ്പം സെമി കണ്ടക്ടർ എക്യുപ്മെൻറ്റ് മാനുഫാക്ചറിങ് കമ്പനിയായ അപ്ലൈഡ് മെറ്റീരിയൽസ്, ഈ കമ്പനികളൊക്കെ പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്ത് റെക്കോർഡ് ഹൈയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. മെമ്മറി മേക്കേഴ്സ് ആയിട്ടുള്ള സാൻഡിസ്ക്, അതുപോലെ തന്നെ മൈക്രോൺ, SK ഹൈനിക്സ്, സാംസങ് ഇലക്ട്രോണിക്സ് ഒക്കെ ഗ്ലോബലി ബെറ്റർ ക്ലോസിങ്ങും റെക്കോർഡ് ക്ലോസിംഗും ആണ് ഇന്നലെ നടത്തിയിട്ടുള്ളത്. ഇന്നും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പോസിറ്റീവ് മൊമെൻറ്റം തന്നെയാണ് ഗ്ലോബലി. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് ഒക്കെ അയവ് വന്നു തുടങ്ങിയിട്ടുണ്ട്. അതേസമയം ഏഷ്യയിലും ഇന്ന് മാർക്കറ്റുകൾ ബെറ്റർ ആയിട്ടാണ് ഇന്ന് മോർണിംഗിൽ ട്രേഡ് ചെയ്യുന്നത്. നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഒരു മ്യൂട്ടഡ് ഓപ്പണിങ്ങും അതുപോലെ തന്നെ വൊളാറ്റിലിറ്റിയാണ്, പോസിറ്റീവ് ബയാസ് ആണ് മാർക്കറ്റിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇന്നത്തെ അടക്കം ആകെ 5 ദിവസം മാത്രമേ ഉള്ളൂ നമ്മുടെ യൂണിയൻ ബഡ്ജറ്റിന്. അടുത്ത സൺഡേ, അതായത് ഈ വരുന്ന സൺഡേ അല്ല, പിന്നത്തെ സൺഡേ ആണ് യൂണിയൻ ബഡ്ജറ്റ് വരുന്നത്. ധാരാളം റിഫോം മെഷേഴ്സ് ഉണ്ടാവും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റ് അടുത്ത 4 ദിവസങ്ങളിൽ, ഇന്നടക്കം അടുത്ത 5 ദിവസങ്ങളിൽ വൊളാറ്റിലിറ്റിയും പോസിറ്റീവ് ബയാസും കാണിക്കാനുള്ള സാധ്യതകളാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ Q3 റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇൻലൈൻ വിത്ത് എക്സ്പെക്റ്റേഷൻസ് ആണ്. IPO മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഷാഡോ ഫാക്സ് ടെക്നോളജി മെയിൻ ബോർഡ് IPO ഇന്നലെ ക്ലോസ് ചെയ്തിട്ടുണ്ട്. 2.86 ടൈംസ് ആണ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിരിക്കുന്നത്. SME സെഗ്മെന്റിലുള്ള KRM ആയുർവേദ സെക്കൻഡ് ഡേ 2.8 ടൈംസ് ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. പൊതുവെ കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള IPO ആക്ടിവിറ്റി നോക്കുകയാണെങ്കിൽ സ്ലൈറ്റ്ലി മ്യൂട്ടഡ് ആണ്. എന്നിരുന്നാലും ഓവർ സബ്സ്ക്രിപ്ഷൻ വന്നിട്ടുണ്ട്. പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് ഇതിൻ്റെ ഒരു ഇമ്പാക്റ്റ് മാർക്കറ്റിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ. അതോടൊപ്പം ഇതുവരെ പുറത്തു വന്നുള്ള Q3 റിസൾട്ടുകളുടെ പെർഫോമൻസ് ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഡിപ്പ് ബൈയിങ് കാണുന്നത് MRPL, എസ്കോട്ട്സ് കുബോട്ട, അതുപോലെ തന്നെ യൂണിപാർട്സ് ഇന്ത്യ, സൈഡസ് വെൽനെസ്, ഇത്തരത്തിലുള്ള സ്റ്റോക്കുകളിലൊക്കെ നല്ല രീതിയിൽ ബൈയിങ് കാണുന്നുണ്ട് ലോവർ ലെവലിൽ. ഇത്തരത്തിലുള്ള സെന്റിമെന്റ് ആവർത്തിക്കാൻ തന്നെയാണ് ചാൻസസ് കൂടുതൽ. നമ്മുടെ മാർക്കറ്റിൽ വീണ്ടും ഒരു ഡിപ്പ് ബൈയിങ് കാണാനുള്ള സാധ്യതകളുണ്ട്. അമേരിക്കയിലും ഇത്തരത്തിൽ ഡിപ്പ് ബൈയിങ് തന്നെയാണ്. അതോടൊപ്പം മറ്റ് സ്റ്റോക്ക് സ്പെസിഫിക് ആക്ടിവിറ്റീസ് നോക്കുകയാണെങ്കിൽ സ്റ്റെർലൈറ്റ് ടെക്നോളജീസ് UK ഒരു പുതിയ അലയൻസിൽ എത്തിയിട്ടുണ്ട്. പോസിറ്റീവ് ന്യൂസ് ആണ്. ടാറ്റ കമ്മ്യൂണിക്കേഷൻ അവർ സബ്സിഡിയറി ഡിമർജ് ചെയ്യുന്നുണ്ട്. ജനസ് പവർ ഇൻഫ്ര റെക്കോർഡ് ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഡിമർജറിന് വേണ്ടിയിട്ടുള്ള റെക്കോർഡ് ഡേറ്റ് ആണ് February 6 ആണ് റെക്കോർഡ് ഡേറ്റ്. 6 ജനസ് പവറിന് ഒരു ജനസ് പ്രൈം ഇൻഫ്ര കിട്ടുകയാണ്. ലോങ് റണ്ണിൽ ഈ ഡിമർജർ ഷെയർ ഹോൾഡേഴ്സിനെ സംബന്ധിച്ച് പോസിറ്റീവ് ഇമ്പാക്റ്റ് ആണ് നൽകാൻ പോകുന്നത്. സ്വാൻ ഡിഫൻസ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ബിഗ് ഓർഡർ, കെമിക്കൽ ടാങ്കർ ഉണ്ടാക്കാനുള്ള ഓർഡർ ബാഗ് ചെയ്തിട്ടുണ്ട്. ഒരു ഇന്ത്യൻ കമ്പനി നേടുന്ന ബിഗ്ഗസ്റ്റ് ഓർഡറാണ്. തീർച്ചയായിട്ടും വളരെ പോസിറ്റീവ് ന്യൂസാണ്. പഴയ റിലയൻസ് നേവൽ ഡിഫൻസ് ആണ് ഇപ്പോഴത്തെ സ്വാൻ ഡിഫൻസ് എന്ന് പറയുന്നത്. അറൗണ്ട് 1600-1750 റേഞ്ചിലൊക്കെയാണ് ട്രേഡിങ് നടക്കുന്നത്. വളരെ കുറവ് സ്റ്റോക്കാണ്, ഫ്ലോട്ടിംഗ് സ്റ്റോക്ക് ഉള്ളൂ. അതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി കുറവാണ്. ബയേഴ്സ് ഉണ്ട്, അതുപോലെ തന്നെ സെല്ലേഴ്സ് വരികയാണെങ്കിൽ ബയേഴ്സ് കാണാനുള്ള സാധ്യതകളും കുറവാണ്. പക്ഷെ ഓവറോൾ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് മൊമെൻറ്റം തന്നെയാണ് ഈ സ്റ്റോക്കിൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ പൊതുവെ Q3 റിസൾട്ടുകളുടെ ഇമ്പാക്റ്റ്, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ്, ഇതൊക്കെ തന്നെയാണ് നമ്മുടെ മാർക്കറ്റിനെ മുന്നോട്ട് നയിക്കാൻ പോകുന്നത്. അതേസമയം കമോഡിറ്റി മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ ഗോൾഡും സിൽവറും ഇന്ന് വീണ്ടും പുതിയ റെക്കോർഡ് ഹൈ ഹിറ്റ് ചെയ്തിരിക്കുകയാണ്. ഗോൾഡ് $4,966.4 പെർ ഔൺസ് ആണ് ഇന്ന് മോർണിംഗിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ. അതോടൊപ്പം തന്നെ സിൽവർ $99.14 പെർ ഔൺസ് ആണ് ഇന്ന് മോർണിംഗിൽ ഹിറ്റ് ചെയ്തിട്ടുള്ള റെക്കോർഡ് ഹൈ. ഈ രണ്ട് കമോഡിറ്റികളും നല്ല രീതിയിൽ മുന്നേറുകയാണ്. അതേസമയം സിൽവറിൽ നല്ല വൊളാറ്റിലിറ്റി കാണുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഗോൾഡ്മാൻ സാക്സ് മുമ്പ് പ്രഡിക്റ്റ് ചെയ്തിരുന്ന ഗോൾഡിൻ്റെ ടാർജറ്റ് 2026 ഡിസംബർ 31 മുമ്പ് $4,900 പെർ ഔൺസ് ആയിരുന്നു. അത് അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. $5,400 പെർ ഔൺസ് ആയിട്ട് ഉയർത്തിയിരിക്കുകയാണ്.
അവസാനിപ്പിക്കുകയാണ്. നമ്മൾ ഇന്നലെ പോഡ്കാസ്റ്റിൽ പറഞ്ഞ പ്രകാരം ഡിപ്പ് ബൈയിങ് ആണ് ഗോൾഡിലും സിൽവറിലൊക്കെ കാണുന്നത്. സിൽവറിൽ വലിയ രീതിയിലുള്ള വൊളാറ്റിലിറ്റി കാണാനായിട്ട് സാധിക്കും. അതേസമയം ഗോൾഡിനെ സംബന്ധിച്ച് വളരെ പോസിറ്റീവ് റിപ്പോർട്ടുകൾ തന്നെയാണ് ഗോൾഡിനെ സംബന്ധിച്ച് വന്നുകൊണ്ടിരിക്കുന്നത്. ഗോൾഡ് അടുത്ത ദിവസങ്ങളിൽ $5,000 per ounce ക്രോസ് ചെയ്യാനുള്ള സാധ്യതകളാണ് കാണുന്നത്. ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസ് വഷളാവുകയാണെങ്കിൽ നമ്മൾ ഇന്നലത്തെ മോർണിംഗ് പോഡ്കാസ്റ്റിൽ പറഞ്ഞ പ്രകാരം 6,000-7,000 റേഞ്ചിലേക്കൊക്കെ ഗോൾഡ് ഉയരാനുള്ള സാധ്യതകളുണ്ട്. അതായത് $6,000 per ounce വളരെ ബുള്ളിഷ് കേസ് സിനാരിയോയിൽ $7,000 per ounce വരെയൊക്കെ ഒരുപക്ഷെ 2026 ഗോൾഡ് ഉയർന്നിരിക്കുമെന്നുള്ളൊരു എക്സ്പെക്റ്റേഷനാണുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റ് ന്യൂസ് ഫ്ലോസ്. കമോഡിറ്റികൾ നല്ല ആക്ടിവിറ്റീസ് കാണാം, സ്റ്റോക്ക് സ്പെസിഫിക് ആക്ഷൻസ് കാണാം. അതോടൊപ്പം തന്നെ ബഡ്ജറ്റിൽ റിഫോം മെഷേഴ്സൊക്കെ അനൗൺസ് ചെയ്യും എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ട്. അത്തരത്തിലുള്ള ഇൻഡിക്കേഷനുള്ള സെക്ടറുകളിലൊക്കെ ഒരു പക്ഷേ ചെറിയ ബൈയിങ് ഒക്കെ മാർക്കറ്റ് ലോവർ ലെവലിൽ കാണാനുള്ള സാധ്യതകളുണ്ട്. എന്നിരുന്നാലും വളരെ കോഷൻ അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ വളരെ കോഷ്യസ് ആയിട്ട് മാർക്കറ്റിൽ മൂവ് ചെയ്യാൻ എല്ലാവർക്കും നല്ലൊരു ട്രേഡിൻ്റെ ആശംസയുണ്ട്. ഞാൻ ഇന്നത്തെ പ്രീ മാർക്കറ്റ് കമൻറ്ററിയോട് അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.